കഥയുടെ പേര് എന്നിട്ടോ. ഏതോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കെതിരെ നിർനിമേഷനായി എന്നെ തന്നെ നോക്കിയിരിക്കുന്ന സതീശന് പുറകിൽ അനുനിമിഷം കണ്ണീരൊഴുക്കി നനയുന്ന മുഖവുമായി ചുവരും ചാരി നിൽക്കുന്ന കീർത്തി. മുറിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആയത്തിൽ ശൂന്യമായി കിടന്നാടുന്ന ഒരു ഊഞ്ഞാൽ പോലെ ഞങ്ങൾക്കിടയിലെ നിശബ്ദതയും. ഏതോ സിനിമയിലെ ചാരുതയാർന്ന ഒരു ദൃശ്യം പോലെ. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആ തോന്നലിൻ്റെ പിറകെ അലഞ്ഞ് ആ സന്ദർഭത്തിൻ്റെ സൗന്ദര്യ തലങ്ങൾ ഞാൻ തേടുകയും ചെയ്തേനെ. പക്ഷേ അതിനു മുൻപ് എൻ്റെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ച് എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി വിളിച്ചു എൻ്റെ മകൾ ഉമ. 4 വയസ്സുകാരി. മൂടിപ്പുതപ്പിച്ച പാവക്കുട്ടിയെ തോളത്ത് കിടത്തി അവൾ ചോദിക്കുകയായിരുന്നു, എൻ്റെ പാവക്കുട്ടിക്ക് പനിയുണ്ടമ്മേ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുവോ? കുട്ടി അപ്പുറത്ത് പോയി കളിക്കൂ, ഞാൻ പറഞ്ഞു. അമ്മ ദാ ഇപ്പോൾ എത്തും. ഉമ്മ പോയി. നേർത്ത ഒരു ചിരിയോടെ ഉമ്മയുടെ മുഖത്ത് വിശ്രമിച്ചിരുന്ന സതീശന്റെ നോട്ടം ചിരി വെടിഞ്ഞ് വീണ്ടും എൻ്റെ മുഖത്തേക്ക് മടങ്ങിയെത്തി. എത്ര തള്ളി അകറ്റിയാലും അകലങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്ന ഊഞ്ഞാൽ പോലെ ആ നിശബ്ദതയും. എന്തെങ്കിലും പറയേണ്ടത് ഞാനാണെന്ന ചിന്ത എന്നെ കുഴയ്ക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഇടറിയ സ്വരത്തിൽ കീർത്തി വിളിച്ചത്, ചേച്ചി. മുഖമുയർത്തിയ എന്നെ സതീശന്റെ നോട്ടം എതിർത്തു തടഞ്ഞു. ആ നോട്ടത്തിനു മുന്നിൽ പതറവെ കണ്ണീർ കുത്തൊഴുക്കിൽ അടിഞ്ഞെത്തി കടന്നുപോകുന്ന ഒരില കണക്കെ ആ വിളിയും തേങ്ങലും എന്നെ കടന്നുപോയി. അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റു. ഇതിനൊന്നും സന്നദ്ധമായിരുന്നില്ല എൻ്റെ മനസ്സ്. എൻ്റെ ദിവസങ്ങൾക്ക് ഇത്ര സങ്കീർണത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വനിതാ മാസികകളിലൂടെ കണ്ണോടിച്ച് സുഖകരമായ ഒരു ഉച്ചയുറക്കം. സായാഹ്നങ്ങളിൽ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് എന്ന നാട്യത്തിൽ ബാൽക്കണിയിലെ ചെടിച്ചട്ടികൾക്കിടയിൽ നിന്ന് സമയം കൊല്ലൽ. ഭർത്താവിനെ കാത്തുള്ള ആ നിൽപ്പിന് ഒരു മാന്യത കോളനിയിലെ എല്ലാവരും നൽകിയിരുന്നു. അതുകൊണ്ട് പതിവായി ആ സമയത്ത് വൃത്തിയായി വസ്ത്രധാരണം ചെയ്തു മിസ്സിസ് രംഗാചാരിയും മിസ്സിസ് മൽഹോത്രയും മിസ്സിസ് ചിദാനന്ദദാസ് ഗുപ്തയും ബാൽക്കണികളിൽ ഇറങ്ങി വരികയും ഞങ്ങൾ കുശല പ്രശ്നങ്ങളിലും സ്വരം താഴ്ത്തി പരസ്പരം കുറ്റം പറയുന്നതിലും ഏർപ്പെടുകയായിരുന്നു പതിവ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരാവട്ടെ ഒരിക്കലും സമയത്ത് വീട്ടിലെത്തിയിരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ആയാസരഹിതവും സരളവുമായിരുന്നു എൻ്റെ സായാഹ്നങ്ങൾ. പക്ഷേ ഇന്നു കയറി വന്ന സതീശനും കീർത്തിയും രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിവാഹിതരാവാനുള്ള അവരുടെ തീരുമാനവും എന്തൊക്കെയോ സങ്കീർണമാക്കി. എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. ചേച്ചി, കീർത്തി വീണ്ടും വിളിച്ചു. എത്ര തവണ ഒരു കഴിച്ചതാണിതൊക്കെ? സതീശൻ അമർത്തിയ സ്വരത്തിൽ പൊട്ടിത്തെറിച്ചു. എനിക്കിതാ മനസ്സിലാവാത്തത്. എന്താ കീർത്തിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ചാഞ്ചാട്ടം? അത് അങ്ങനെയല്ല സതീശ, ഞാൻ കീർത്തിയുടെ നേർക്ക് നടന്നുകൊണ്ട് സമാധാനിപ്പിച്ചു. എങ്ങനെയല്ലെന്ന്? സതീശന്റെ സ്വരം ലേശമുയർന്നിരുന്നു. എൻ്റെ ചേച്ചി, നേരം പോകുന്നു. ഇപ്പോൾ തന്നെ കീർത്തിയെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പുറത്ത് ടാക്സി വെയിറ്റ് ചെയ്യുന്നു. ടാക്സിയിൽ ഗോപനുണ്ട്. പോണ വഴിക്ക് സുരേഷും ഭാര്യയും കയറും. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നേരെ സുരേഷിന്റെ വീട്ടിലേക്ക്. ഇന്നവിടെ. നാളത്തേക്ക് ഒരു വീട് ശരിയാക്കും ഗോപൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയെന്താ? സതീശന്റെ സ്വരത്തിൽ ക്ഷോഭത്തിന്റെ തീപ്പൊരികൾ പാറി. കീർത്തി എന്താ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ? ഇങ്ങനെയുള്ളവർ ഇതിനൊന്നും. കീർത്തി പെട്ടെന്ന് മുഖമുയർത്തി. കലങ്ങിയ കണ്ണുകൾ, പടർന്ന കൺമഷി, കണ്ണീർ അപ്പോഴും ഒഴുകിപ്പടരുന്ന കവിളുകൾ, ചുവന്ന ഉരമുഖക്കുരു, വിറയാർന്ന ചുണ്ടുകൾ. കീർത്തി ഒരു എണ്ണച്ചായ ചിത്രം പോലെ. സതീശനും പൊടുന്നിനെ നിശബ്ദനായി. സതീശനിൽ നിന്ന് കീർത്തിയുടെ നോട്ടം എൻ്റെ നേർക്ക് തിരിഞ്ഞു. അവളുടെ മനസ്സ് സ്ഫുടമായി ഞാൻ വായിക്കുകയായിരുന്നു. ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീക്കും ഇടയിൽ മാത്രം സാധ്യമാവുന്ന ഒരു നിശബ്ദ സംവേദനത്തിലൂടെ അതേ വിഹ്വലത. അവസാനത്തെ കണ്ണിയും പൊട്ടിച്ചെറിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപുള്ള അതേ ജ്വരബാധിതമായ അവസ്ഥ. എല്ലാം തന്നെ എനിക്ക് പരിചിതം. കടന്നു പോന്ന ഒരു വഴിയിലെ മറക്കാത്ത അടയാളങ്ങൾ പോലെ. ഈശ്വരാ. അമ്മേ, എൻ്റെ പാവക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒരു കഥ പറയുമോ? മൂടിപ്പുതച്ച പാവക്കുട്ടിയെ കാലിൽ കിടത്തി താളത്തിലാട്ടി ഉമ്മ ചോദിച്ചു. അത് നോക്കി നിന്ന് അതിനനുസൃതമായി കീർത്തിയുടെ കയ്യിൽ താളമിട്ട് സാന്ത്വനിപ്പിച്ച് ഞാൻ വെറുതെ അങ്ങനെ നിന്നു.
ബാൽക്കണിയിൽ കൈയെത്തിക്കുന്ന ഒരു വെയിൽപ്പാളിയിൽ നിന്ന് മുഖം തിരിച്ചു. ചെടിച്ചട്ടിയിലെ ചെടിയുടെ നിഴൽ മുറിയിലേക്ക് വീണു കിടന്നു. താഴത്തെ ഗലിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ ഊക്കിലുള്ള അടിയും ഹർഷാരവങ്ങളും ഉയർന്നു. എതിർവശത്തെ ഫ്ലാറ്റിലെ രംഗാചാരി ഇറങ്ങിച്ചെന്ന് തമിഴ് ചുവയുള്ള ഇംഗ്ലീഷിൽ കുട്ടികളെ ചീത്ത പറയുവാൻ തുടങ്ങി. ഇതിനെല്ലാം ഇടയിൽ ടാക്സിയുടെ ഹോൺ അക്ഷമയോടെ നിർത്താതെ ശബ്ദിച്ചു. വാച്ച് നോക്കി വേവലാതിയോടെ സതീശൻ ബാൽക്കണിയിലേക്ക് പോയി. കീർത്തി എന്നെ ദയനീയമായ ഒരു തരം സന്ദേഹത്തോടെ നോക്കി. ആ നിമിഷം, ഞങ്ങൾ ഒറ്റയ്ക്കായ ആ നിമിഷം, കീർത്തിയെ തടയണമെന്നും മടങ്ങിപ്പോവാൻ പറയണമെന്നും എനിക്ക് തോന്നി. അടുത്ത നിമിഷം തന്നെ സംഭ്രമത്തോടെ ഞാൻ എന്നെ നിയന്ത്രിച്ചു. എന്തേ എനിക്കങ്ങനെ തോന്നാൻ? പ്രേമത്തിലും സ്നേഹത്തിലും ജീവിതത്തിൻ്റെ നന്മകളിലുമുള്ള വിശ്വാസം എനിക്ക് നഷ്ടമായോ? പ്രേമവും വിവാഹവും ഇത്ര വലിയ ത്യാഗങ്ങളൊന്നും അർഹിക്കുന്നില്ലെന്നും ജീവിതത്തിന് കാൽപ്പനിക ഭംഗികളില്ലെന്നും അതും വെറും പൊരുത്തപ്പെടൽ മാത്രമാണെന്നും ഉറച്ചും തെളിച്ചും പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഒപ്പം ഒരു കയ്പ് നെഞ്ചിലൂറി നിറയുന്നതും ഞാൻ അറിഞ്ഞു. ഏണിപ്പടികൾ കയറിപ്പോയ ഒരു കാൽപ്പെരുമാറ്റത്തിൻ്റെ, ഏകാന്തതയുടെ നെരിപ്പോട് കയറുന്ന ഒരു മനസ്സിൻ്റെ, ഒഴിഞ്ഞ മണ്ഡപത്തിൽ കൃത്യമായി ശ്രുതിയിടുന്ന ഒരു തമ്പുരുവിൻ്റെ ഒക്കെ ബിംബങ്ങൾ എൻ്റെ മനസ്സിൽ കുഴഞ്ഞു മറിഞ്ഞു കിടന്നു. വേവലാതിയോടെ സതീശൻ അപ്പോഴാണ് തിരിച്ചു വന്നത്. സമയം പോകുന്നു, നമുക്കിറങ്ങാൻ കീർത്തി. കണ്ണീർ മിന്നുന്ന ഒരു നോട്ടമായിരുന്നു കീർത്തിയുടെ മറുപടി. എന്താ പ്രശ്നമെന്ന് പറ കീർത്തി, സതീശൻ ആകുലതയോടെ പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നും നടക്കില്ലെന്ന് കീർത്തിക്കറിയാം. കീർത്തി ഒന്ന് തേങ്ങിയോ? സതീശൻ പൊട്ടിത്തെറിച്ചത് പെട്ടെന്നാണ്. വിവശനും ക്ഷുഭിതനുമായി കീർത്തിയെ പിടിച്ചുകുലുക്കി സതീശൻ ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പറഞ്ഞു തുലയ്ക്കരുതോ? എന്നെ വിശ്വാസമില്ലേ? എങ്കി വാ, ഇതേ ടാക്സിയിൽ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഹൃദയത്തിൽ വാതായനങ്ങൾ മലർക്കി തുറന്നിടുന്ന ഒരു ശാസനയായിരുന്നു കീർത്തിയുടെ നോട്ടം. ഐ ആം സോറി. കീർത്തിയെ വിട്ടു കൈകെട്ടി മുറിയിലുലാത്തിക്കൊണ്ട് സതീശൻ പറഞ്ഞു. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് കീർത്തി. ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെക്കാൾ മുൻപ് ഇത്തരത്തിലൊരു സ്റ്റെപ്പ് എടുത്തയാളാ. അതിനെ ചൊല്ലി എന്തെങ്കിലും ദുഃഖിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. സതീശൻ പൊടുന്നനെ എന്നെ അഭിമുഖീകരിച്ചു നിൽപ്പായി. കീർത്തിയുടെ സന്ദേഹം വഴിയുന്ന നോട്ടം എൻ്റെ നേർക്കുയരുന്നത് ഞാൻ കണ്ടു. അമ്മ, എൻ്റെ പാവക്കുട്ടിക്കൊരു കഥ പറയുമോ? പറയില്ലേ? ഉമ്മയുടെ കുഞ്ഞു ഭീഷണി കളിപ്പാട്ടങ്ങളുടെ കലമ്പലിൽ ചിതറിപ്പോയി. പറ ചേച്ചി, സതീശൻ നിർബന്ധിച്ചു. കീർത്തിക്കൊരു സമാധാനമാവട്ടെ. ഇത് ലോകത്തിൽ ആദ്യമായിട്ടല്ല എന്ന് പറഞ്ഞു കൊടുക്കൂ. പ്രീക്ക് പഠിക്കുമ്പോഴായിരുന്നു അല്ലേ ചേച്ചി? സതീശൻ പ്രോത്സാഹിപ്പിച്ചു. ഉമ്മ തലയുയർത്താതെ അന്വേഷിച്ചു. രാജകുമാരിയുടെ കഥയാ? ഞാൻ പറഞ്ഞു. അതെ, പ്രീക്ക് പഠിക്കുമ്പോൾ. ഞാൻ കണ്ണുകൾ അടച്ചു. ധാവണിയെടുത്തു നിൽക്കുന്ന ഓർമ്മകളുടെ മാസ്മരിക വശ്യതയിൽ വർത്തമാനവും ഭാവിയും തള്ളിയകറ്റപ്പെടുകയായിരുന്നു. പ്രീക്ക് പഠിക്കുമ്പോൾ, ഞാൻ മൃദുവായി പറഞ്ഞു. വേറെ നിവൃത്തിയൊന്നുമില്ലാഞ്ഞ് രാത്രിയിലായി ഇറങ്ങി പുറപ്പെട്ടത്. പാടങ്ങൾക്കിടയിലുള്ള വരമ്പത്തൂടെ കുനിഞ്ഞും ഇരുന്നും ഓടിയും നടന്നും ഭയന്നും കരഞ്ഞും. ഉവ്വോ, അപ്പൊ രാത്രി നായ കുഴിച്ചില്ലേ? രാജകുമാരിക്ക് പേടിയായില്ലേ? ഉമ്മയുടെ ചോദ്യം. മന്ദഹസിച്ചുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു. ഉമ്മയുടെ കൺപീലികൾ വിടർത്തിയ നോട്ടം. പണ്ട് ടാക്സിയുടെ താഴ്ത്തിവെച്ച ചില്ലിൽ മുഖം ചേർത്ത് പാടത്തെ ഓരോ അനക്കത്തിനും കാതോർത്ത് കണ്ണും നട്ടിരുന്ന അതേ കണ്ണുകൾ. അവളെ വാരിയെടുത്ത് എറിഞ്ഞു ചിരിച്ച് സതീശനാണ് മറുപടി പറഞ്ഞത്. പേടിയാവോ? എന്തിന്? രാജകുമാരനല്ലേ കൂടെ? ഇതാ അപ്പൊ കഥ? ഉമ്മ ചോദിച്ചു. ഇത് തന്നെ കഥ, അവളെ നിലത്തിറക്കി സതീശൻ പറഞ്ഞു. രാജകുമാരനും രാജകുമാരിയും കൂടി ടാക്സിയിൽ കയറിയിട്ട് ജംന്നങ്ങട് പോയി. അത് തന്നെ കഥ. കീർത്തിയുടെ മുഖത്ത് മഴവിൽ ഭംഗിയുള്ള ഒരു മന്ദസ്മിതം വന്നു മറിഞ്ഞത് ഞാൻ കണ്ടു. സതീശൻ കീർത്തിയുടെ നേർക്ക് കൈ നീട്ടുകയും കീർത്തി അത് ഗ്രഹിക്കുകയും ചെയ്തു. കീർത്തി സ്നേഹിക്കുന്നത് സതീശനെ തന്നെയാണോ അതോ ഒരു സങ്കല്പത്തെയോ? എനിക്ക് സംശയമായി. നമ്മളെല്ലാവരുമോ? സാരിയുടെ ഞൊറികളിൽ മുഖം പൂഴ്ത്തി മധുരവും അതൃപ്തവുമായ സ്വരത്തിൽ ഉമ്മ ചോദിച്ചത് പിന്നെയാണ്. എന്നിട്ടോ അമ്മേ? രാജകുമാരനും രാജകുമാരിയും കൂടി ടാക്സിയിൽ ജാം അങ്ങോട്ട് പോവും. എന്നിട്ടോ?